بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പുണ്യമാക്കപ്പെട്ട റജബും ഷഅബാനും റമളാനും ഖബൂലായവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്നുകൂടി ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ നമുക്ക് ഫലപ്പെടാൻ, നോമ്പ് നമുക്ക് പ്രയോജനപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, അസ്യാമു ജുന്ന, ഒരു ഖുദ്സിയായ ഹദീസാണിത്. നമ്മൾ ഒറ്റപ്പെടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളുണ്ട്. നമ്മുടെ മരണം, നമ്മുടെ ഖബർ ജീവിതം, നമ്മുടെ ഹിസാബ്, നമ്മുടെ മഹ്ശറ, നമ്മുടെ സിറാത്ത്. അങ്ങനെ നമ്മൾ ഒറ്റപ്പെടുന്ന, നമ്മുടെ അമലുകൾ നമ്മെ സഹായിക്കാൻ ഇടപെടുന്ന സന്ദർഭങ്ങൾ, ആ സമയത്ത് നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകൾ നമുക്ക് ഒരു രക്ഷയായി വരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ രക്ഷയായി നമ്മൾ എടുക്കുന്ന നോമ്പ് നമുക്ക് പ്രയോജനപ്പെടാനായി അവിടുന്ന് പറഞ്ഞു, നോമ്പ് പ്രയോജനപ്പെടണോ രണ്ട് കാര്യങ്ങളാണ്. ഫൈദാക്കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നോമ്പിന്റെ പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ നിന്റെ വായിൽ കിടക്കുന്ന നാവ് വെച്ച് സംസ്കാരശൂന്യ വർത്തമാനം പറയരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിലവാരമില്ലാത്തതൊന്നും പറയല്ലേ. വലാ യസ്ഖബ്, നീ ബഹളം വെച്ച് ഉറക്കെ അട്ടഹസിച്ച് സംസാരിക്കല്ലേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ രണ്ട് രീതിയിലുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടെങ്കിൽ അസ്യാമു ജുന്ന, നമ്മളെടുക്കുന്ന നോമ്പൊക്കെ നമുക്ക് പ്രയോജനകരമാണ്, നമുക്ക് കാവലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൃത്തിയില്ലാത്തതൊന്നും പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. വൃത്തിയില്ലാത്തത് വായിൽ യഥേഷ്ടം വരുന്ന ഒരു സംസ്കാരത്തിലേക്ക് നിർബന്ധിത സാഹചര്യങ്ങൾ മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കാണ്. വൃത്തിയില്ലാത്തത് പറയും മനുഷ്യൻ. അത് ദേഷ്യം വരുമ്പോൾ പറയും, അല്ലാതെ പറയും. വൃത്തിയില്ലാത്ത വാക്കുകൾ സംസാരിക്കുക എന്നതിൽ നിന്നും മനുഷ്യനെ സംസ്കരിക്കുന്ന ഒരു പ്രധാന പാഠശാലയാണ് പരിശുദ്ധ റമളാനിന്റെ 30 നാളുകൾ. അത് കഴിഞ്ഞാൽ ആവാം എന്നല്ല, അതോടുകൂടെ 30 ദിവസത്തെ പരിശീലനം കൊണ്ട് നമ്മൾ അത് പഠിച്ച് പുറത്തിറങ്ങി വരുന്ന, പിന്നീടുള്ള ആയുസ്സിന്റെ അറ്റം വരെ അത് ശീലിക്കുകയും പിന്നീട് അടുത്ത വർഷം അതുപോലെ ഒരു 30 നാളുകൾ വരുമ്പോൾ വീണ്ടും പരിശീലിക്കുകയും ചെയ്യുമ്പോൾ നമ്മളത് മറക്കൂല. നാവിനെ ശീലിപ്പിക്കുക, ശരീരത്തെ ശീലിപ്പിക്കുക, ചില നന്മകളോട് അങ്ങനെയാണ്. എന്നാൽ കേട്ടോളൂ, നമ്മളങ്ങനെ വൃത്തിയില്ലാത്തതൊന്നും പറയുന്നില്ല. നമ്മുടെ നാവ് കൊണ്ട് വായിൽ വരുന്നത് നല്ല കൂലി കിട്ടുന്ന വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. വൃത്തിയില്ലാത്തതൊന്നും നമ്മുടെ വായിൽ വരലില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ വായിന് സ്വാഭാവികമായും നല്ല സുഗന്ധം ഉണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു ന്യായം. എന്തുകൊണ്ട്? വൃത്തിയില്ലാത്തത് പറഞ്ഞാൽ ഉറപ്പായിട്ടും ദുർഗന്ധം ഉണ്ടാകുമെന്നാണല്ലോ അതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ സമീപനം. ഇത് കൃത്യമായി പ്രമാണങ്ങൾ പറയുന്നുണ്ട്. വൃത്തിയില്ലാത്ത വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുമെന്നത് സുനിശ്ചിതവും ഇസ്ലാം പഠിപ്പിക്കുന്ന ആത്മീയ വീക്ഷണവുമാണ്. നോമ്പുകാരന്റെ വായയുടെ വാസനയ്ക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കസ്തൂരിയേക്കാൾ സുഗന്ധം എന്ന് അള്ളാഹു പരിഗണിച്ചത് എന്തുകൊണ്ടാ? അത് സ്വീകരിക്കപ്പെട്ട നോമ്പായതുകൊണ്ടാണ്. എങ്ങനെയാണ് ആ നോമ്പ് സ്വീകരിക്കപ്പെട്ടത്? ആ വായയിൽ നോമ്പ് പിടിച്ചതിന്റെ പേരിൽ വൃത്തിയില്ലാത്ത ഒന്നും വന്നിട്ടില്ല, വൃത്തിയുള്ളതേ വന്നിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ആ വൃത്തിയുള്ളത് അവന്റെ വായിൽ വന്നത് ഖുർആൻ ഓതിയതാവാം. സ്വാഭാവികമായും അവന്റെ വായിൽ വന്ന ആ വൃത്തിയുള്ളത് ദിക്ർ ചൊല്ലിയതാവാം, സ്വലാത്തുകളാവാം, ദുആകളാവാം, നല്ല ഉപദേശങ്ങളാവാം, നല്ല രീതിയിലുള്ള സംസ്കാര പൂർണമായ സ്നേഹത്തിന്റെ വർത്തമാനങ്ങളാവാം. അതിനൊക്കെ കൂലിയുള്ളതല്ലേ.
കുലിയുള്ളതാണെങ്കിൽ സ്വാഭാവികമായും അതിനൊരു സുഗന്ധം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നോമ്പുകാരാ, നിന്റെ വായക്ക് വന്ന പകർച്ചയ്ക്ക് അള്ളാഹു തന്നിരിക്കുന്ന പരിഗണന കസ്തൂരിയേക്കാൾ അത്യബു മിർരീഹുൽ മിസ്ക്. കസ്തൂരി എന്നത് ഒരു സാങ്കല്പിക സുഗന്ധമെന്ന് നാം ധരിച്ചാൽ നമ്മുടെ മനോമുഖരത്തിലേക്ക് ഒരു സുഗന്ധത്തിന്റെ പരമാവധി വാസനയെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നതിനപ്പുറം ഒരു വലിയ ഒരു പരിചയപ്പെടുത്തലായത്. അത്യബ് സൂപ്പർലേറ്റീവിന്റെ പ്രയോഗം, ഏറ്റവും സുഗന്ധം. നമ്മൾ മനസ്സിലാക്കിയ സുഗന്ധങ്ങളെക്കാൾ ഏറ്റവും വലിയ സുഗന്ധമായിരിക്കും നോമ്പുകാരന്റെ വായക്കകത്തുനിന്ന് വരുന്ന ആ പകർച്ചയുടെ വാസനയ്ക്ക് അള്ളാഹു നൽകുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നോമ്പിന്റെ നിബന്ധനയോട് ചേർന്ന് നോമ്പ് പിടിച്ച് വൃത്തിയുള്ള വർത്തമാനം മാത്രം പറഞ്ഞ വായെന്നത് വരും. ആ നോമ്പിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് സുയാമു ജുന്ന. ആ നോമ്പ് ഒരു മനുഷ്യന്റെ വിഭൽ ഘട്ടത്തിലെ പരിച, രക്ഷാകവചം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖുലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിർ റീഹിൽ മിസ്ക്. അങ്ങനെ ഹദീസിൽ അല്ലാഹുവേ തന്നെയാണ് സത്യം, ഒരു നോമ്പുകാരന്റെ വായ പകർച്ചയായതിന്റെ വാസനയ്ക്ക് അല്ലാഹുവിങ്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അതിനോട് സമാനമായി അതിൻ്റെ ഒരു മറുവശം പറയാം. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോവാണ്. ഒരിക്കൽ പെട്ടെന്നൊരു ദുർഗന്ധം ഇങ്ങനെ വരാം. സ്വഹാബികൾ അത്ഭുതപ്പെടുന്നു, ഒരു ദുർഗന്ധം ഇങ്ങനെ വരുന്നു. ആ ദുർഗന്ധം വന്നപ്പോ സ്വഹാബികൾ അത്ഭുതപ്പെടുന്നു, മൂക്ക് നന്നായി അടച്ചു പിടിക്കുന്നു. അങ്ങനെയാണല്ലോ, സഹിക്കാൻ പറ്റാതെ വരുമ്പോ മൂക്ക് അടച്ചു പിടിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഹദീസ് പറയുന്നുണ്ട്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർതഫഅത് റീഹു ജീഫത്തിൻ മുൻതിന. മുത്തനബിയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശവം ചീഞ്ഞു നാറുന്ന മണം ഇങ്ങനെ വരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികൾ അതുകൊണ്ട് അസഹ്യമായി ഇങ്ങനെ മൂക്കൊക്കെ അടച്ചു പിടിക്കുന്നുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാസന സ്വഹാബികളുടെ കൂടെ വാസനിച്ചു. എന്നിട്ട് കൂടെയുള്ള സ്വഹാബികളോട് ചോദിച്ചു, അത്തദറൂന മാ ഹാദിഹി റീഹ്, ഈ ദുർഗന്ധം എന്താണ്, ഈ വാസന എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സ്വഹാബ? മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. ഹാദിഹി റീഹുൽ ലദീന യഖ്താബൂനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഗീബത്ത് പറയുന്ന ആളുകളുടെ വാസന അങ്ങ് അകലേന്ന് ഇവിടെ എത്തിയതാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗീബത്ത് പറയുന്ന ആളുടെ വായക്ക് ദുർഗന്ധമുണ്ടേ, പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല. ആ ദുർഗന്ധത്തെ എന്തുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതിനെ പറ്റി മഹാന്മാർ പറയുന്നുണ്ട്. ഗീബത്ത് മാത്രമല്ല, ദുർഭാഷണം ദുർഗന്ധമാണ്. ഈ രീതിയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഒരു ഹദീസും കൂടി പറയാം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ കദബൽ അബ്ദു തബഅദ അൻഹുൽ മലകു മീല മിന്നത്തിൻ മാ ജാഅ ബിഹി. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. ഒരാൾ ഒരു കളവ് പറയുമ്പോൾ ആ കളവ് പറയുന്ന നേരത്ത് അവന്റെ ചേർന്ന് നിൽക്കുന്ന മലക്ക് അവനിൽ നിന്നും ആ ഒരൊറ്റ കളവിന്റെ വാചകത്താൽ ഒരു കളവിന് ഒരു മൈൽ അകലെ എന്ന ദൂരത്തേക്ക് മലക്ക് മാറി നിൽക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? മിന്നത്തിൻ മാ ജാഅ ബിഹി, അവനിപ്പോ പറഞ്ഞ കളവിന്റെ വാക്കുകൾക്ക് ഒരു ദുർഗന്ധമുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ദുർഗന്ധമുള്ള വാക്കുകളാണ് ഗീബത്ത്, നമീമത്ത്, കളവ് പറയല്, ഏഷണി പറയൽ, ഇതെല്ലാം ശാപം പറയല്, ഇതൊക്കെ ദുർഗന്ധമുള്ള വാക്കുകളാണ്. അതൊന്നും നോമ്പുകാരാ നിന്റെ നോമ്പിന്റെ പ്രഭാതം മുതൽ നിന്റെ വായിൽ വരാൻ പാടില്ല. ഇദാ കാന യൗമു സൗമി അഹദികും, നോമ്പിന്റെ പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ എന്നില്ലാട്ടതിനർത്ഥം. അവിടെ മുതൽക്ക് നോമ്പിന്റെ 1-ാം ദിവസത്തിന്റെ പ്രഭാതം എത്തിയാൽ പിന്നെ അത് എവിടെ വരെ എന്ന് പറഞ്ഞിട്ടില്ല. വലാ ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ്, നിന്റെ വായ കൊണ്ട് വൃത്തിയില്ലാത്തൊന്നും പറയരുത്. വലാ യസ്ഖബ്, ഉറക്കെ സംസാരിക്ക പോലും അരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വൃത്തിയില്ലാത്തത് പറയുമ്പോൾ ദുർഗന്ധമുണ്ട്, അത് ഹദീസിലുള്ളതാണ്.
ഇനി കേട്ടോളൂ, മഹാനായ അഹ്മദ് സമർഖന്ദി ഇതിന്റെ യുക്തി പറയുന്നുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു. വഖീല ലി ബഅദിൽ ഹുക്മ മൽ ഹിക്മതു ഫീ അന്ന റീഹൽ ഗീബത്തി വനതനഹാ കാനത് തതബയ്യനു അലാ ഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തതബയ്യനു ഫീ യൗമിനാ ഹാദാ. മഹാന്മാരായ സൂഫിയാക്കളോട് പലരും ചോദിച്ചു. അഹ്മദ് സമർഖന്ദി രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഗീബത്ത് പറഞ്ഞാലും കളവ് പറഞ്ഞാലും ഒക്കെ അതിനൊരു ദുർഗന്ധം ഉള്ളതായിട്ട് ഹദീസിൽ പറയുന്നുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ അത് തിരിച്ചറിയാൻ അവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ദുർഗന്ധങ്ങളൊന്നും കാണുന്നില്ലേ? എന്താ, ഗീബത്തും നമീമത്തും പറയുന്ന, കളവ് പറയുന്ന ആളുകൾ അന്നാണോ ജീവിച്ചിരുന്നത്? അതിന്റെ പേരിലാണോ അന്നൊക്കെ ദുർഗന്ധം ഉണ്ടായത്? ഇന്നെന്താ അങ്ങനത്തെ ആളുകളില്ലേ? അതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മീൻ മാർക്കറ്റിലേക്ക് മോളെ കെട്ടിച്ച വാപ്പാനോട് മോള് പറഞ്ഞ പോലെ, എന്താ എന്റെ പൊന്നുമോളെ നീ എങ്ങനെയാ ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു, വാപ്പാ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ആദ്യ സമയങ്ങളിലൊക്കെ ഇതൊന്നും അല്ലായിരുന്നു മണം, ഇതിൽ കൂടുതൽ മണം ഉണ്ടായിരുന്നു. അതല്ല സംഭവം. ഈ സഹോദരി അത് ശ്വസിച്ച് ആ മണം കൂടിയതും കുറഞ്ഞതും ഒന്നും അറിഞ്ഞാൽ ആ മൂക്ക് വളഞ്ഞുപോയി. അതന്നെ സംഭവം. അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്തും നമീമത്തും പറഞ്ഞാൽ ദുർഗന്ധമുണ്ട്, അത് അന്നുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. എന്ത് ഇന്നില്ലേ? ഇന്ന് ഗീബത്തും നമീമത്തും പറയുന്ന ആളുകൾ, കളവ് പറയുന്ന ആളുകൾ ഇല്ലാനിട്ടാണോ ഇന്ന് ദുർഗന്ധമില്ലാത്ത? നമ്മുടെ മൂക്കിന് അത് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാന്മാർ പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടത്തിൽ ഗീബത്തും നമീമത്തും കളവ് പറയലും പരദൂഷണം പറയലും അങ്ങനെ വൃത്തിയില്ലാത്ത വർത്തമാനങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ മൂക്ക് അത് മണത്തി 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 അതിലേക്ക് ചേർന്ന് പോയി. അതല്ലാത്ത ഒന്നും ഈ മൂക്കിലേക്ക് ഇപ്പൊ എത്തുന്നില്ല എന്നത് വന്നപ്പോ മൂക്ക് പഠിച്ചു വെച്ചു. വാസന എന്ന് പറഞ്ഞ ഇതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മൂക്കിന് ശീലായി പോയി. അതാണ് ഏതുപോലെ അതിന് ഉദാഹരണം പറഞ്ഞു മഹാന്മാർ. തുകല് ഊറക്കിടുന്ന കുടുംബത്തിലേക്ക്, തുകല് ഊറക്കിട എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. കന്നുകാലിയുടെ തുകല് വെള്ളത്തിലിട്ട് ചകിരി ചീക്കുന്ന പോലെ ചകിരി ചീച്ച് അത് തൊണ്ടാക്കിയെടുത്ത് കയറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചകിരി ചീക്കുന്ന പോലെ തുകല് ഊറക്കിടുന്ന ഒരു വീട്ടിലേക്ക് ഒരാൾ കടന്നു ചെന്നു അത്രേ. അവിടെ ചെന്നപ്പോൾ ഈ തുകല് ഊറക്കിട്ട് അത് ചീഞ്ഞ മണം വന്നിട്ട് ആ കേറി ചെന്ന ആ മഹാന് അവിടെ ഇരിക്കാനും പറ്റുന്നില്ല, അവരോട് വർത്താനം പറയാനും പറ്റുന്നില്ല. ആ വീട്ടുകാരാവട്ടെ അവിടെ ഭക്ഷണം വെക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. അവർക്കൊന്നും ഈ വാസന ഒരു പ്രശ്നമേ അല്ല. അപ്പോ ആ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമല്ല, അവർക്കത് ശീലായി. എന്ന പോലെ നമ്മുടെ മൂക്കിനും നമ്മുടെ ശ്വസന പ്രക്രിയക്കും നമ്മുടെ വാസന അറിയാനുള്ളതായ കഴിവിനും ഒക്കെ ശീലമായി പോയി. ഇതിങ്ങനെ മണത്തി മണത്തിപ്പോ ഇതല്ലാത്തൊരു മണം. മൂട്ടയുള്ള കട്ടിലെ കിടന്നുറങ്ങിയ ആൾക്ക് പിന്നെ അതല്ലാത്തൊരു കട്ടിലെ ചെന്നപ്പോ ഇടയ്ക്ക് പിച്ചി കൊടുക്കേണ്ട വന്ന പോലെ, ഇടയ്ക്കൊന്ന് നുള്ളി കൊടുക്കേണ്ട വന്ന പോലെ നമ്മുടെ മൂക്കിനിപ്പോ അത് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായി പോയത് കൊണ്ടാണ്. വൃത്തിയില്ലാത്ത വർത്തമാനം നമ്മുടെ നാവിൽ വരരുതെന്ന് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ പറയുന്ന പേരാണ് പരിശുദ്ധ റമളാൻ. പരിശുദ്ധ റമളാൻ. വൃത്തിയില്ലാത്തത് പറയല്ലേ. കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. എവിടെ വരെ അതിന് അളവ് വെച്ചിട്ടുണ്ടെന്നറിയുമോ? ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഈ നിയമം ഇങ്ങനെ കർശനമായി വരികയാണ്. ഗീബത്ത് പറയല്ലേ, നമീമത്ത് പറയല്ലേ, കളവ് പറയല്ലേ. നാവ് കൊണ്ടുള്ള വർത്തമാനത്തിന്റെ സൂക്ഷ്മതയെക്കുറിച്ചുള്ള നിയമം കർശനമായി വരുന്ന സാഹചര്യത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ ഹബീബുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹ്ദി അവറുകൾ സഫിയ റളിയല്ലാഹു അൻഹ എന്ന മറ്റൊരു ഭാര്യയെ കുറിച്ച്
മുത്തുനബിയുടെ മറ്റൊരു ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ ബീവി നബിയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഈ നിയമം ഇങ്ങനെ കർശനമായി വരുന്നതിന്റെ ആദ്യ സന്ദർഭങ്ങളാണിത്. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഒരു ഹദീസ് ഉണ്ട്. എന്തോ പറഞ്ഞു വന്നപ്പോ, സഫിയ ബീവിനെ പറ്റി പറയേണ്ട ഒരു അവസ്ഥ വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയോട് പറഞ്ഞു, ഹസ്ബുക മിൻ സഫിയ കദാ വകദാ തഅനി ഖസീറാ. സഫിയയുടെ കെട്ടിയോനല്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങേക്ക് സഫിയയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ വേണം. എന്താ കാര്യം? തഅനി ഖസീറത്തൻ, സഫിയാക്ക് പൊക്കമില്ല. അങ്ങനെ തന്നെയാണ്. ആയിഷ ബീവിയുടെ ഒരു കുസൃതി വർത്താനാണിത്. എന്ത്? അതാരാ? അതെന്റെ അളിയൻ, നിനക്ക് അങ്ങനെ തന്നെ വേണോടാ എന്ന് പറയൂല എന്ന് പറഞ്ഞ പോലെ മുത്തുനബിയോട് ഒന്നും പറയാൻ കിട്ടിയില്ല. സഫിയയുടെ പുതിയാപ്പിളല്ലേ ആ പൊക്കം കുറഞ്ഞ സഫിയ, ആ പൊക്കം കുറഞ്ഞ കുള്ളത്തി, അങ്ങനെ തന്നെ വേണം. അങ്ങനെ ഒരു വർത്തമാനം ഈ കുസൃതി കുസുമം ഈ കുടുക്ക പറഞ്ഞു പോയി. കൊച്ചുമോളാണല്ലോ. ഈ നിയമങ്ങളൊക്കെ ശക്തമായി വരുന്നതിന്റെ ആദ്യ സന്ദർഭം കേട്ടോട്ടോ. ഒന്നുകൂടി ഹദീസ് പറയാം. ഹസ്ബുക മിൻ സഫിയത കദാ വകദാ ഖാല ഗൈറു മുസദ്ദദിൻ തഅനി ഖസീറാ. സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് പൊക്കം കുറവാ. നബിയെ, അങ്ങയുടെ ഭാര്യ സഫിയല്ലേ, പൊക്കം കുറഞ്ഞവളല്ലേ, അങ്ങേക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ പോലെ ഹസ്ബുക, അത് മതി അങ്ങേക്ക്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കേട്ട ചിരിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് അവിടെ വെച്ചുകൊണ്ട് പഠിപ്പിച്ചു. ചെറിയ മോളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. فقال لقد قلت كلمة لو مزجت بماء البحر لما زجته نبينا رسول الله. പൊന്നുമോളെ, ആയിഷ ബീവിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കളിപ്പാട്ടങ്ങൾ ഉണ്ടെന്ന അത്ര ചെറിയ മോളാണ് സയ്യിദത്തുനാ വ ഉമ്മുനാ ആയിഷ. പ്രധാന അഭിപ്രായം, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോൾ ആയിഷ ബീവിയുടെ വയസ്സ് 18 ആയിഷ റളിയല്ലാഹു അൻഹ എന്ന കുസൃതി കുടുക്കയോട് പറഞ്ഞു, പൊന്നുമോളെ, നീ ഇപ്പൊ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ, ലൗ മുസിജത് ബിമാഇൽ ബഹരി, വിശാലമായ കടൽ വെള്ളത്തിൽ നീ പറഞ്ഞ വർത്തമാനത്തെ കൊണ്ടുവന്നൊന്ന് മുക്കിപ്പിടിച്ചാൽ, ലമസജതുഹു, നീ പറഞ്ഞ വർത്തമാനത്തിന്റെ ദുർഗന്ധം കൊണ്ട് കടൽ വെള്ളം വെടക്കായി പോകും മോളെ നബിയുനാ റസൂലുള്ളാഹി. സഫിയയുടെ ഗീബത്ത് പറഞ്ഞ പോലെ അല്ലാഹുവേ, നോമ്പുകാരനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സൂക്ഷിക്കണേ, നോമ്പുകാരാ, നിന്റെ വായ കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറയല്ലേ, നിന്റെ നോമ്പ് പൊളിഞ്ഞു പോകും. എല്ലാ പ്രഭാതത്തിലും നമ്മുടെ സർവ അവയവങ്ങളും ഒരു പ്രത്യേകമായ രൂപത്തിൽ കോലത്തിൽ പഞ്ചപുച്ഛ മടക്കിയിട്ട് നമ്മുടെ നാവിന്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. നബി സഈദിൽ ഖുദ്രി ഖാല റസൂലുള്ളാഹി. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഹദീസ് പറയുന്നുണ്ട്, ഇദാ അസ്ബഹ ഇബ്നു ആദമ ഫഇന്നൽ ഇളാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ വതഖൂൽ യാ ലിസാൻ ഇത്തഖില്ലാഹ ഫീനാ ഇത്തഖില്ലാഹ ഫീനാ ഇന്നാ നഹ്നു ബികാ وإن استقمت فإنما نحن بك فإن استقمت استقمنا وإن عوججت عوججنا. നാവേ, അല്ലാഹുവിനെ പേടിക്കണോട്ടോ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണോട്ടോ, ഞങ്ങളുടെ കാര്യം നിന്നിലാ, നീ നന്നായാൽ ഞങ്ങൾ നന്നായി. നാവേ, നീ വളഞ്ഞാൽ ഞങ്ങളും വളയേണ്ടി വരുമേ നാവേ എന്ന് നാവിനോട് എല്ലാ അവയവവും പറയാത്ത ഒരു പ്രഭാതവും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാവ് അങ്ങനെയാണ്, ഒരു വല്ലാത്ത രാജകീയ പദവിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈനി വഹദൈനാഹുൻ നജ്ദൈൻ. രണ്ട് കണ്ണ് തന്നില്ലേ, വലിസാനൻ, നാവ് ഒന്നേ ഉള്ളൂ, ഒന്ന് തന്നില്ലേ, വശഫതൈൻ, മനോഹരമായ രണ്ട് ചുണ്ട് തന്നില്ലേ, വഹദൈനാഹുൻ നജ്ദൈൻ, നിനക്ക് സഞ്ചരിക്കാൻ നേരിന്റെയും നെറികേടിന്റെയും രണ്ട് വഴികൾ നിന്റെ മുന്നിൽ. എല്ലാ രണ്ട്, നാവ് ഒന്നേ ഉള്ളൂ, എന്നിട്ട് തന്നെ പറ്റണില്ല, എന്നിട്ട് തന്നെ പറ്റുന്നില്ല. ഒരു ഹദീസിലുണ്ടല്ലോ, മൻ യദ്മൻ ലിമാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖദൈഹി.
ഒരാളുടെ 2 തുടയുടെയും 2 താടിയെല്ലിന്റെയും ഇടയിലുള്ള ഓരോ അവയവങ്ങൾ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് പറയുന്നവന് അൽമല്ലഹുൽ ജന്ന, സ്വർഗം ഞാൻ ഉറപ്പ് പറയുന്നു നബിയേ മുഹമ്മദ് മുസ്തഫ. ഓരോ അവയവങ്ങൾ തന്ന ആ 2 ഭാഗം കൊണ്ട് തെറ്റ് ചെയ്യാത്തവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് പറയുന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അതിന്റെ തസ്കിയത്ത് തരണേ റഹ്മാനേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആലോചിച്ച് നോക്കണം, ഒന്നേ ഉള്ളൂ, പക്ഷെ അത് എടുത്തു പറഞ്ഞ അനുഗ്രഹം. ഒന്നേ ഉള്ളു നാവ്, അത് എടുത്തു പറഞ്ഞു, പറയാതെ വയ്യ. അങ്ങനെയാണ് നമ്മുടെ കൽബിൽ തോന്നുന്നത് നാവ് വിളിച്ചു പറയും. നാവ് നല്ലത് പറയണമെങ്കിൽ കൽബ് നന്നായേ പറ്റൂ. കൽബ് നന്നാവണമെങ്കിൽ നാവ് നന്നായേ പറ്റൂ. നോമ്പെന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, കൽബ് നന്നാവാൻ എന്നാ ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ, കൽബ് നന്നാവാൻ. അല്ലാഹു നന്നാക്കി തരട്ടെ. നോമ്പ് കൊണ്ട് കൽബ് നന്നായില്ലെങ്കിൽ ഇനി എന്നാ നന്നാവാ? റമദാൻ വന്നിട്ട് നമ്മൾ കുലുങ്ങിയില്ലെങ്കിൽ എന്നാ ഇനി കുലുങ്ങ? റമദാൻ വന്നിട്ട് നമ്മൾ നന്നായില്ലെങ്കിൽ ഇനി എന്നാ നന്നാവാ? കൽബ് നന്നാവാൻ നാവ് നന്നാവണം. യാ ബുനയ്യ ഇന്നൽ ഖുലൂബ മസാരിഉ ഫസ്റഉ ഫീഹാ തയ്യിബൽ കലാം ഫഇല്ലം യംബുതു കുല്ലുഹു യംബുതു ബഅദുഹു. സയ്യിദുനാ ലുഖ്മാൻ പൊന്നുമോനോട് പറഞ്ഞതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം. പൊന്നുമോനെ, മനുഷ്യന്റെ ഹൃദയം കൃഷിഭൂമിയാ. അവിടെ നല്ലത് നട്ടുപിടിപ്പിച്ചാലാ, ഒരുപാട് നട്ടുപിടിപ്പിച്ചാലാ ഒരൽപ്പം നാവിലൂടെ പൂത്തുലയോ. നിന്റെ ഹൃദയവും ഒരു കുഞ്ഞ് കൃഷിയിടമാണ് മോനെ. അവിടെ നീ നട്ടുപിടിപ്പിക്കേണ്ടത് ത്വയ്യിബൽ കലാം, നല്ല വർത്തമാനമായി വായിൽ വരുന്ന നല്ല ചിന്തകളാവണം നിന്റെ കൽബിൽ ഉണ്ടാവേണ്ടതെന്ന് സയ്യിദുനാ ലുഖ്മാൻ. 1000 വയസ്സ് ജീവിച്ചപ്പോ 4000 നബിമാരിൽ നിന്നും മഹാൻ പഠിച്ചതാണ് ഈ തത്വം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാവിന്റെ മുന്നിൽ ഒരു രാജാവിനെ പോലെ 32 പട്ടാളക്കാര് നല്ല ഉറപ്പോടുകൂടെ ശരീരത്തിന്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് അസ്ഥിയുടെ പ്രതിബന്ധമുണ്ട്. നമ്മുടെ കരങ്ങൾക്ക് കൈ ഇങ്ങനെ മുന്നോട്ടാ മടങ്ങും, പുറകോട്ട് മടങ്ങില്ല. കാല് പുറകോട്ട് മടങ്ങും, മുമ്പോട്ട് മടങ്ങില്ല. കസേരയിൽ നിന്ന് പതുക്കൊന്ന് നിവർത്തി നോക്കി അറിയാൻ പറ്റുന്നത്. കൈ അകത്തേക്ക് മടങ്ങും, പുറത്തേക്ക് പുറകോട്ട് മടങ്ങില്ല. കാല് പുറകോട്ട മടങ്ങും, മുമ്പോട്ട് നേരെ തിരിച്ചറിഞ്ഞ് ഇടങ്ങേറായി. നമ്മൾ സൈക്കിളൊന്നും ചവിട്ടാൻ പറ്റില്ല, ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ രീതി അല്ലാത്ത പ്രതിബന്ധങ്ങളാണ്. നാവിന് ഇതൊന്നുമില്ല. മൂപ്പര് കേറിയിരിക്കുന്ന ആ വീടിന്റെ അകത്ത് എല്ലാ സ്ഥലത്തും പോവാം. നല്ല പട്ടാളക്കാര് ഒരു 32 അടിയിൽ മുകളിലായിട്ട് നല്ല ഉറപ്പിലവിടെ ഉണ്ട്. നല്ല മനോഹരമായ ചുണ്ടിന്റെ ഒരു വേലിയുമുണ്ട്. രാജാവിന്റെ മാതിരി അവിടെ ഇരിക്കുക. എവിടെ വേണേലും ഏത് സമയം എങ്ങനെ വേണേലും വഴങ്ങും. കൈ അങ്ങനെ വഴങ്ങില്ലേ, 2 തിരിയാനേ പറ്റുള്ളൂ, 3ാമത് തിരിക്കാൻ പറ്റില്ല. നാവ് അങ്ങനെയല്ല, ഏത് സ്ഥലത്തും മൂപ്പർക്ക് സ്പോട്ടിൽ ഓടിയെത്താം. നാവ് വായന്റെ അകത്ത് കൊള്ളാത്ത സാധനമായി നാവ്. അതുകൊണ്ടാണ് മയ്യത്തിന്റെ താട കെട്ടുന്നത്. അല്ലെങ്കിൽ വാ പൊളിയും, നാവ് പുറത്തിയോടും. അതിനൊരു ചെറിയ സ്ട്രെയിൻ കൊടുത്ത് അകത്ത് പിടിച്ചിട്ട് അങ്ങനെയാണ് നാവ്. നാവിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. എല്ലില്ല അതില് എന്ന് വെച്ച് നാവിനില്ല എന്ന് വെച്ച് എന്തും പറയരുത്. എന്റെ വല്യമ്മ പറയായിരുന്നു, നാവേ എന്റെ പല്ലിനെ കളയിക്കല്ലേ എന്ന് പഠിച്ചോളാൻ. അങ്ങനെ പറഞ്ഞു പഠിച്ചോളാൻ, നാവേ എന്റെ പല്ലിനെ കളയിക്കല്ലേ എന്ന്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നാവേ എന്റെ പല്ലിനെ കളയിക്കല്ലേ, അത് വലിയൊരു കാര്യമാണിത്. ഒരു മനുഷ്യന്റെ നാവ് എന്നത് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഫൈനൽ ലിസാന ഖലീഫത്തുൽ ഖൽബ്, ഖൽബിന്റെ പ്രതിനിധിയാണ് നാവ്. ഖൽബ് നന്നാവാൻ നാവ് നന്നായാ മതി, നാവ് നന്നാവാൻ ഖൽബ് നന്നായാ മതി. അതാണ് നോമ്പ് നമ്മുടെ മുന്നിൽ തരുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാവിന് ചില രോഗങ്ങളുണ്ട്. ഒരു ഉത്തരവാദിത്വവുമില്ലാതെ മനുഷ്യൻ വർത്താനം പറയും, ഒരു ശ്രദ്ധയില്ലാതെ. എന്നാ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ വലിയ പാചകക്കാരൊക്കെ സവാള അരിയുന്ന വർത്താനവും പറയും, ഇങ്ങനെ സവാള അങ്ങനെ വെട്ടി പോകും. വിരലേ കൊള്ളൂല, ഒരു വകയില്ല. നമ്മൾ അതേ മൂർച്ചയുള്ള അതേ കത്തിയെടുത്തിട്ട് അതുപോലെ തന്നെ സവാള അരിയാൻ നോക്കിയാൽ എക്സ്പീരിയൻസിൽ ഉറപ്പായിട്ടും കയ്യെ കൊണ്ടിരിക്കും. എന്തൊരു സ്പീഡാണത്, എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടി നാവ് കൊണ്ട് നുണ പറയാൻ. നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിഷമമില്ലല്ലോ.
നാവ് കൊണ്ട് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഗീബത്ത് പറയലായി, നമീമത്ത് പറയലായി. നാവ് കൊണ്ട് എക്സ്പീരിയൻസ് അങ്ങനെ പറ്റൂല. പുണ്യനബി പഠിപ്പിച്ചു, ഗൗനിക്കാതെ ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് അള്ളാഹു ഗൗരവം നൽകുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂൽ. സ്വഹീഹുൽ ബുഖാരി അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇന്നൽ അബ്ദ ല യതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹ് ലാ യുൽഖി ലഹാ ബാലാ യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്. ചില ആളുകൾ വർത്തമാനം പറയും, ആ വർത്തമാനത്തിൽ മുന്നും പിന്നും അയാൾ ആലോചിക്കുന്നില്ല, അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറയുന്നതിൽ എന്തെല്ലാം കാര്യങ്ങൾ, ഖുർആന്റെ ആയത്തുകൾ ഓർത്തു പോകുന്നത് മഹാനായ SMK തങ്ങൾ വർത്താനം പറയുന്നതാ. തങ്ങൾ ഇങ്ങനെ പറയുമ്പോ എന്തെല്ലാം അതിൽ കടന്നു വരുന്നു. ഹദീസുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്, സ്വഹാബികളുണ്ട്, അമ്പിയാക്കളുണ്ട്, ബദരീങ്ങളുണ്ട്, എല്ലാ തമാശകളും അതിലുണ്ട്. കേട്ടാൽ രസം തോന്നുന്ന, ചിന്തിക്കാൻ കഴിയുന്ന തമാശകൾ. ആ തമാശകൾ നമുക്ക് അള്ളാഹനെ ഓർമ്മപ്പെടുത്തുന്ന തമാശകൾ. എല്ലാ വർത്തമാനവും അൺലിമിറ്റഡായി ഇങ്ങനെ പോന്ന് അവസാനം ആ വർത്തമാനത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റത്തേക്ക് നമ്മൾ ഒരു കണക്കെടുത്താൽ ആ വർത്തമാനം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഇമാം ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിന്റെയോ അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിന്റെയോ ഒരു പരിഭാഷ കേട്ട പോലെ അത്രയും തസവ്വുഫ്. ഇങ്ങനെ ആ നാവ് പഠിച്ചത് അങ്ങനെ പറയാൻ ആ നാവിന് കഴിയോ? അങ്ങനെ ചില നാവുകളുണ്ട്. ആ വർത്തമാനം മുഖേന അവർ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിൽ വലിയ പദവി അവർ കരസ്ഥമാക്കി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില ആളുകളുണ്ട്, വൈന്നൽ അബ്ദ ല യതകല്ലമു ബിൽ കലിമതി മിൻ സഖ്തില്ലാഹ്. ചില ആളുകൾ വർത്തമാനം പറയുന്നു, ഞാൻ ഈ പറയുന്നത് കൊണ്ട് അള്ളാഹു എനിക്ക് കൂലി തരുമോ എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലില്ല. ആദ്യം പറഞ്ഞതിൽ അങ്ങനൊരു ചിന്തയുണ്ട്, ഇനി പറയുന്നതിൽ അങ്ങനൊരു ചിന്തയില്ല. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ കൊണ്ട് അള്ളാഹു എനിക്ക് കൂലി തരുമോ? ഇല്ല എന്നതാണ് ഉത്തരമെങ്കിൽ നമ്മൾ പരാജയത്തിലാ. അങ്ങനത്തെ വർത്തമാനത്തിന് നമ്മൾ ഗൗരവം കൊടുക്കുന്നില്ലെങ്കിൽ ലാ യുൽഖി ലഹാ ബാലാ യക്വി ബിഹാ ഫീ ജഹന്നം. ആ വർത്തമാനം അവസാനം നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹാനായ സ്വഹാബി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്ന ആരാ? ഉഖബ. മഹാനായ ഉഖബ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്, ബദരീങ്ങളിൽ പ്രമുഖനാണ്. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്ക. ഉഖബ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൻ നജാ, നബിയെ വിജയമെന്ന് പറഞ്ഞാൽ എന്താ? നബിയെ വിജയമെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ വിജയമെന്ന് പറയുന്നത് 3 കാര്യങ്ങളാ. വിജയമെന്ന് പറയുന്നത് 3 കാര്യങ്ങളാം. നിന്റെ നാവിനെ നിയന്ത്രിച്ച വർത്തമാനം പറയാൻ നിനക്ക് കഴിഞ്ഞാൽ അത് വിജയത്തിന്റെ 1ാമത്തെ കടമ്പയാം. ഞാനിവിടെ വർത്തമാനം പറയുമ്പോ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകേണ്ടി വരും. ആ പറയാതെ പോകലല്ലേ എനിക്ക് നല്ലതെന്ന ചിന്തയാണ് നമ്മുടെ നാവിന്റെ നിയന്ത്രണം. അങ്ങനെയാണ് മഹാന്മാർ പഠിപ്പിച്ചത്. ഒരു മനുഷ്യൻ ഇന്നദം തഅലസ്സുകൂതി മറതൻ വലഖദ് നദം തഅലൽ കലാമി മിറാറാ. നമ്മൾ അവിടെ വർത്തമാനം പറയാത്തതിന്റെ പേരിൽ ഒരു ദുഃഖം നമുക്ക് വരാനുണ്ട് എങ്കിൽ പഠിച്ചു വെച്ചോ, അതിന്റെ ഒരു മറുവശമുണ്ട്. നീ അവിടെ വർത്തമാനം പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ 100 ദുഃഖം നിന്നെ തേടി വരുമായിരുന്നു. അതുകൊണ്ട് പറയാതെ പോയതിന്റെ പേരിലുള്ള ഒരു ദുഃഖത്തിൽ നീ ദുഃഖിക്കേണ്ടതേയില്ല. فإذا نطقت فلا تكن مكاثرا ما إن ندمت على السكوت مرة ولقد ندمت على الكلام مرارا. സംസാരം എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാൻ കഴിയാ എന്നതൊരു അനുഗ്രഹമാണ്, ഒരു അലങ്കാരമാ. അലങ്കാരം എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല. കയ്യിൽ വാച്ച് കെട്ടിയത് സമയം നോക്കാനാണെങ്കിലും ഒരു ചെറിയ അലങ്കാര. വേണ്ടെന്ന് വെച്ചാലും എനിക്ക് യാത്ര ചെയ്യാം, എനിക്ക് സമയം അറിയാൻ വേറെ വഴികളുണ്ട്. അലങ്കാരം അനിവാര്യമല്ല, വേണേണ്ടായത്. മനുഷ്യന്റെ നാവ് അലങ്കാര, ഏത് സമയവും നഷ്ടപ്പെടാം. നാവ് അള്ളാഹു നഷ്ടപ്പെടുത്തിയ ഒരു ജീവിയുണ്ട്,
മത്സ്യത്തിന് നാവില്ല. അയല വാങ്ങുമ്പോൾ പിച്ചാത്തി പതുക്കെ വായലേക്ക് എടുത്തി ഒന്ന് കിളി പിടിച്ചു നോക്കി. ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞത് ശരിയാണോ? മത്സ്യത്തിന് നാവുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിലും വർക്കിയില്ലത്. മത്സ്യത്തിന് നാവില്ല. ഭൂമിയിലേക്ക് ആദം നബി വരുന്നതിന് മുമ്പ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ 2 സാധനങ്ങളാണ്, ഒന്ന് പാമ്പ്, ഒന്ന് ഇബ്ലീസ്. ആദം നബി വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഈ 2 പാർട്ടീനെയും അള്ളാഹു, സ്വർഗത്തിലായിരുന്നു പാമ്പും ഇബ്ലീസ്, 4 പേരെ പുറത്താക്കിയത്. 2 പേരെ ആദരിച്ചിറക്കി, 2 പേരെ അനാദരിച്ചിറക്കി. ആദരിച്ചിറക്കിയത് ഹവ്വ റളിയല്ലാഹു അൻഹയെയും ആദം നബി അലൈഹിസ്സലാമിനെ, അനാദരിച്ചിറക്കിയത് പാമ്പിനെയും ഇബ്ലീസിനെയാണ്. അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഭൂമിയിലേക്ക് വന്ന ഇബ്ലീസ് ആദം നബിയോടുള്ള അസൂയ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സുജൂദ് ചെയ്യാതിരുന്നത്. ഭൂമിയിലേക്ക് വന്ന ഇബ്ലീസ് ആ അസൂയ കൊണ്ട്, അതിനൊരു മരുന്നില്ലാത്ത രോഗം, അത് മാറൂല. മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റിയ രോഗമല്ല അസൂയ. അള്ളാഹു കാക്കട്ടെ. അസൂയ ഉള്ളതിനോട് കൂടെ ചെയ്യുന്ന അമല് മുകളിലേക്ക് ഉയരൂല. 5ാം ആകാശത്തിൽ വെച്ച് അത് ചെക്കിങ് നടത്തിയ അപ്പുറത്തേക്ക് 7ാം ആകാശത്തേക്ക് വിടുമ്പോ 5ാം ആകാശത്തെ ചെക്ക് പോസ്റ്റ് അസൂയ ഉണ്ടോ എന്ന് പരിശോധിക്കില്ല. 5ാം ആകാശത്തിലെ മലക്ക് ഇത് അസൂയ ഉണ്ടെന്ന് പറഞ്ഞ് സീൽ വെച്ചാൽ താഴേക്ക് ഇട്ടു, മുകളിലേക്ക് പോവില്ല. അള്ളാഹു കാക്കട്ടെ. അസൂയക്കാരന്റെ അമൽ അള്ളാഹുക്ക് വേണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസിന് അസൂയായിരുന്നു. അയാൾ ഇവിടെ വന്നിട്ട് എല്ലാ ജീവജാലങ്ങളോടും പറഞ്ഞു, ഇവിടെ ആദം എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ വരാനുണ്ട്, അള്ളാഹുവേ മഹാനവറുകളെ പറ്റി പറഞ്ഞു. അങ്ങനെ കടൽ തീരത്ത് തത്തിക്കളിക്കുന്ന ഒരു മത്സ്യത്തെ കണ്ടപ്പോ പറഞ്ഞു, ആദം ഒരു വേട്ടക്കാരനാ, ഇവിടെ വലവീശി പിടിക്കാൻ, നിങ്ങളെ വലവീശി പിടിക്കാൻ കെണിവലയുമായി ആദം വരുന്നുണ്ട്, ഈ വിവരം എല്ലാവരോടും പറഞ്ഞേക്കാൻ പറഞ്ഞു. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുറ്റം പറഞ്ഞു കൊടുത്തു. കേട്ടത് പാതി കേൾക്കാത്തത് പാതി. മത്സ്യം ഇങ്ങനെ കടലിലൂടെ ഊളിയിട്ട് ജലാശയത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നിർദ്ദേശം കൊടുത്തു, ആദം എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ വരുന്നത് മത്സ്യങ്ങളെ വേട്ടയാടാനും ഫിത്ന ഉണ്ടാക്കാനാണ്. ആദം നബിയുടെ ഗീബത്ത് പറഞ്ഞ കാരണത്താൽ മത്സ്യത്തിന്റെ നാവ് അള്ളാഹു തിരിച്ചു വാങ്ങിയെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് എന്നത് അലങ്കാര, തിരിച്ചു വാങ്ങുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബിയോട് പറഞ്ഞു, മോനെ, വിജയം എന്നത് 3 കാര്യം. ഒന്നാമത്തേത്, നിനക്ക് നിയന്ത്രിച്ച വർത്തമാനം പറയാൻ കഴിഞ്ഞാൽ. നിയന്ത്രണം, നീ ഒരുപാട് പറയണ്ട എന്നല്ല പറഞ്ഞത്. ഒരുപാട് പറഞ്ഞാൽ ആ പറഞ്ഞത് കൊണ്ട് എനിക്ക് അള്ളാഹ് കൂലി തരുമോ എന്ന ചിന്ത. ഞാൻ ഒരു കൂലി തരുന്ന വർത്താനം പറയാം. ഞാനിത് അലിക്കുഞ്ഞിക്കാനെ കണ്ടു, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അത് എന്തായാലും കൂലിയുണ്ട്. എന്താണ് വിശേഷങ്ങൾ, സുഖല്ലേ? അതിന് കൂലി ആയിട്ടില്ല കേട്ടോ. അപ്പൊ അപ്പുറത്തുനിന്ന് പറയാണെന്ത്, അൽഹംദുലില്ലാ സുഖാണ്. അപ്പൊ ഇപ്പൊ ആദ്യം ചോദിച്ചതിന് കൂലി ഏതിന്? ഈ അൽഹംദുലില്ലാ എന്ന വാക്ക് പറയാൻ വേണ്ടിയിട്ട് കാരണമായ എന്താണ് വിശേഷങ്ങളെന്ന് ആദ്യം ചോദിച്ചത്. അവിടുത്തെ റിപ്ലൈ വന്നു കഴിഞ്ഞപ്പോൾ ഇതും കൂലിയായി, അതും കൂലിയായി. ഒരു 10 പ്രാവശ്യം ചോദിച്ചാൽ കൂലി ആയിക്കൊണ്ടിരിക്കും. കാരണം അൽഹംദുലില്ലാ പറയലൊരു കൂലി. ഒരു മനുഷ്യനോട് സത്യസന്ധമായ വർത്തമാനങ്ങൾ പറയൽ കൂലിയുള്ളതാണ്. ആത്മാർത്ഥമായി കുശലം അന്വേഷിക്കൽ കൂലിയുള്ളതാണ്, അമലാണ്. അഫ്ദലുൽ അഅമാൽ ഇദ്ഖാലു സുറൂർ അലാ അഖീകൽ മുസ്ലിം എന്ന് പുണ്യ നബി. ഒരു നല്ല അമല് പറയാം. നിന്റെ മുസ്ലിമായ സഹോദരനോടോ അല്ലെങ്കിൽ സഹോദരിയോടോ ഒരു നല്ല വർത്താനം പറഞ്ഞ് നീ അയാൾക്ക് സന്തോഷം കൊടുക്കുകയാണെങ്കിൽ, നീ ആ വർത്താനം പറഞ്ഞത് മുഖേന അദ്ദേഹത്തിന് ഒരു സന്തോഷം കിട്ടുമെങ്കിൽ, നുണ പറയാനല്ലോ പറഞ്ഞത്, നീ ചെയ്തത് ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വർത്താനത്തിന് കൂലിയുണ്ട്. സ്വഹാബിയോട് പറഞ്ഞു, നിന്റെ നാവിനെ നിയന്ത്രിച്ച് കൂലിയുള്ളത് മാത്രം പറയാൻ നിന്റെ നാവിനെ പഠിപ്പിക്കുന്നുവെങ്കിൽ, എന്നാൽ മോനെ, അതാണ് വിജയത്തിന്റെ 1ാമത്തെ പടി. 2ാമത്തെ പടി, വൽ യസഅക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമാവണം മോനെ. നിന്റെ സ്നേഹം കൊണ്ട് നിന്റെ വീട് നിറയണം. നിന്റെ ഇടപഴക്കം കൊണ്ട് നിന്റെ വീട് നിറയണം. ഇടപഴക്കം കുറവായെന്ന് മൊബൈൽ ഫോണും വെച്ച് കട്ടിലിന്റെ മൂലയിലേക്ക് അങ്ങ് കയറിയ, അല്ലെങ്കിൽ കസേരയുടെ ചോട്ടിലേക്ക് കയറിയ അവിടെ അങ്ങോട്ട് തീരാം. നിന്റെ ഇടപഴക്കം കൊണ്ട് നിന്റെ കുടുംബത്തിലുള്ളവർക്ക് വിശാലത ചെയ്യാൻ നിനക്ക് കഴിഞ്ഞാൽ, നിന്റെ സഹാനുഭൂതിയും സഹായിക്കാനുള്ള മനസ്സും ആർദ്രതയും കൊണ്ട് നിന്റെ കുടുംബത്തിലുള്ളവരോട്, വെയിൽ കൊണ്ട് ഭാര്യ വിറകീറുന്നോടത്തേക്ക് നീ ഒന്ന് ചെന്നുകൊണ്ട് ഇടപഴകുന്നു, സഹായിക്കുന്നു, നിന്റെ കുടുംബത്തിന് നീ വിശാലത ചെയ്യുന്ന നിന്റെ സ്നേഹം, അത് നിന്റെ വിജയത്തിന്റെ അടയാളം എന്ന് നബിയുനാ റസൂലുള്ളാഹി. 2ാമത്തേത്, നീ നിന്റെ കുടുംബത്തിന് വിശാലമാവലാണ്. അല്ലാതെ കുറെ കുഴിമന്തി വാങ്ങിക്കൊടുക്കല് മാത്രല്ല. 3ാമത്തേത്, നീ ചെയ്ത പാപങ്ങളെ നീ ഓർത്തോർത്ത് അതിൽ അല്ലാഹുവോട് ഖേദം പ്രകടിപ്പിച്ച് കരയലാണ് നിന്റെ വിജയത്തിന്റെ 3ാമത്തെ ചവിട്ടുപടി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാവിനെ നിയന്ത്രിക്കുക എന്നതാണ് നമ്മുടെ കണ്ടന്റ്. നോമ്പ് കൊണ്ട് നമുക്കുണ്ടാവേണ്ടതാ. ദേഷ്യം വരുമ്പോൾ ശപിച്ച് പറയാറുണ്ട്, അല്ലാഹുവേ
എത്ര ഗൗരവമുള്ള കാര്യാത്. ദേഷ്യം വരുമ്പോ അങ്ങനെയുണ്ട്, ദേഷ്യം വരും. അത് പലതിനോടും. ലാ തസുബുദ്ദീഖത, പൂവങ്കോഴിയെ നിങ്ങൾ ശപിച്ചു പറയല്ലേ, പൂവങ്കോഴിയെ നിങ്ങൾ ചീത്ത പറയല്ലേ. നബിയുനാ റസൂലുള്ളാഹി ഫഇന്നഹാ തൂഖിലുലിസ് സ്വലാ, നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുന്ന പണി അല്ലാഹു ഏൽപ്പിച്ചത് പൂവൻ കോഴിയെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ സിറ്റ് ഔട്ടില് മൂപ്പര് വന്ന് ഒരു ദോശ പോലെ എന്തോ ഒന്നാക്കി, നമ്മളത് തൂത്ത് കളയാൻ വേണ്ടി വന്ന് നോക്കിയപ്പോൾ അത് നെയ് റോസ്റ്റ് പോലെയായി. പിന്നെ അടുത്ത സെന്റൻസ്, നിന്നെ അങ്ങോട്ട് കിട്ടിയാ കൂട്ടാൻ വെക്കുന്നാവും. എന്തിനാ അത് പറയണ്ട, അത് തൂത്ത് കളഞ്ഞാൽ കഴുകിക്കളയാ, അത്രേ ഉള്ളൂ. ഒരു ജീവിയെയും ശപിച്ചു പറയാൻ പാടില്ല. ഒരു കഴുതയെ ഒരു സ്വഹാബി ശപിച്ച് പറയുന്നത് അള്ളാന്റെ ഹബീബ് കേട്ടു. ആ കഴുതയുടെ മുകളിലിരിക്കുന്ന ആളെ താഴെ ഇറക്കാൻ പറഞ്ഞു. ശാപം കിട്ടിയ കഴുത അപകടത്തിലേക്ക് യാത്ര ചെയ്യുമെന്ന് ഉക്കമാ ഖാല റസൂലുള്ളാഹി. ശപിച്ചു പറയാറുണ്ട്, ദേഷ്യം വരുമ്പോ പറയാറുണ്ട്, പടച്ചോനെ ആ അപകടം പറ്റിയത് എനിക്കായിരുന്നുവെങ്കിലെന്ന് വിവരമില്ലാത്തവൻ പറയും. അല്ലാഹുവേ അവിടെ ഉണ്ടായ ദുരിതം ഇവിടെയായിരുന്നുവെങ്കിലെന്ന് പറയും. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ശപിച്ച് പറയാൻ പാടില്ല, ശപിച്ച് പറയാൻ പാടില്ല. സ്വഹീഹ് മുസ്ലിം അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി ഖാല റസൂലുള്ളാഹി ലാ തദ്ഉ അലാ അൻഫുസികും വലാ തദ്ഉ അലാ ഔലാദികും വലാ തദ്ഉ അലാ ഖദമികും വലാ തദ്ഉ അലാ അംവാലികും ലാ തുവാഫിഖു മിനല്ലാഹി തബാരക വതആല സഅതൻ നൈലിൻ ഫീഹാ അതാഉ ഫയസ്തജീബ ലക്കും. ചോദ്യത്തിനുത്തരമുള്ള നേരത്തോടിത് മുട്ടുന്ന നേരത്താണ് കൈ കടിക്കുന്നത്. മക്കളെ ശപിക്കൽ സോദര തെറ്റുള്ളതാ, അത് നിന്നെ നീ തന്നെങ്കിലും കേസുള്ളതാ. സ്വന്തത്തെ പോലും ശപിച്ചാൽ കേസാണ് അള്ളാന്റെ മുന്നില്. എന്താ കാരണം? എന്തിനാ മക്കളെ ശപിച്ചാൽ പിന്നെ മക്കളെ എത്ര സ്വാലിഹീങ്ങളാക്കാൻ ദുആ ചെയ്യുമ്പോഴും ആ ശാപവാക്ക് അല്ലാഹുവിൽ നിന്നും നീ പിൻവലിച്ചില്ലെങ്കിൽ ആ മക്കള് നിനക്ക് ഖബറിൽ ഉപകാരപ്പെടില്ല. എന്തിനാണ് മക്കള്? റമദാൻ ഒരാളെ സംസ്കരിക്കായി വർത്താനം നമ്മുടെ നാവിന് പറ്റിയതല്ല. പരിശുദ്ധ റമദാൻ നമ്മെ സംസ്കരിക്കാൻ. സ്വന്തം തനിച്ച് മണ്ണറയ്ക്ക് ഉള്ളിലേ കിടക്കുന്ന നേരം തീർച്ചയാണേ നിന്നിലേ വാത്സല്യ മക്കൾ കൺതടം ഒലിക്കുന്നതായി വന്നവിടെ നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതായി അവർക്കുള്ള പ്രാർത്ഥന കൊണ്ട് ഫലം നിനക്കുണ്ട്. അതുകൊണ്ട് ഖബർ വിശാലമാവലുമുണ്ട്. മക്കളുടെ ദുആ അല്ലാഹു നമുക്ക് കബൂലാക്കി തരട്ടെ. അതിനുള്ള ഭാഗ്യം. ഒരാൾക്ക് ഒരബദ്ധം പറ്റി, നമ്മുടെ മക്കളെ ദേഷ്യം വന്നപ്പോ ശപിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ, എടുത്തു പറയണം അല്ലാഹുവോട്, ഞാൻ ഇങ്ങനെ പറഞ്ഞ ശപിച്ചത്, അല്ലാഹുവേ അത് നീ മാറ്റണേ, അത് നീ പിൻവലിക്കണേ എന്ന്. സഹോദര, പ്രിയപ്പെട്ട മാതാവും പിതാവും അങ്ങനെ ശപിച്ചത് തിരുത്തി ദുആ എന്നാൽ അല്ലാഹു അത് ഏറ്റെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പിഴച്ചെന്ന് കണ്ടാൽ കൈ ഉയർത്തി നീ തേടണം. അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. നമ്മൾ ദ്വാരം അത് തിരുത്താൻ പറ്റുന്ന. അങ്ങനെയാണ് നാവിന് പറ്റിയ പിഴവ്. ഒരാളെങ്ങനെ ശപിച്ചാൽ ആ ശപിച്ചത് ഉടനെ അവിടെ ഫലിക്കല്ലോ. അത് മനസ്സിലാക്കണം. ഒരാൾ ഒന്നിനെ ശപിച്ചാൽ, ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഏതൊരു സാധനത്തെ ആവാം, ആ ശാപവാക്ക് ഇങ്ങനെ ചൊല്ലും. ആ ശാപവാക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉയർന്നിട്ട് നേരെ ആകാശത്തിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ മലക്ക് ആകാശത്തിന്റെ കവാടം അങ്ങ് പൂട്ടും, പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ
ഭൂമിയിലെ കവാടം പൂട്ടാൻ അള്ളാഹു മലക്കിനോട് പറയും. ഭൂമിയിലെ കവാടം പൂട്ടും. അപ്പൊ പിന്നെ ഈ ശാപവാക്ക് പിന്നെയാണ് ആരെയാണോ ശപിച്ചത് അവിടേക്ക് പോവാം. അവിടെ ചെല്ലുമ്പോ ആ ശാപത്തിന് യോഗ്യത ഉണ്ടെങ്കിൽ അത് അവിടെ ഫലിക്കും. യോഗ്യത ഇല്ലെങ്കിൽ നേരെ തിരിച്ചത് ആരാണോ ശപിച്ചത് അവിടേക്ക് മടങ്ങി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി إن العبد إذا لعن شيئا عن أبي الدرداء رضي الله عنه قال النبي صلى الله عليه وسلم إن العبد إذا لعن شيئا صعدت اللعنة إلى السماء فتغلق أبواب السماء دونها ثم تهبط إلى الأرض فتغلق أبوابها دونها ثم تأخذ يمينا وشمالا فإن لم تجد مساغا رجعت إلى الذي لعن فإن كان لذلك أهلا وإلا رجعت إلى قائلها. പറഞ്ഞാൽ കിട്ടും. അതാണ് ശാപം. മൂമിനാവൂല, ശപിക്കണ സ്വഭാവമുണ്ട്, മൂമിനാവൂല. മൂമിനായ മനുഷ്യൻ ആരാണെന്നറിയുമോ? ലൈസൽ മുഅ്മിനു ബിത്തഅനിൻ വലാ ബിൽഅനിൻ വലാ ബിൽഫാഹിഷത്തിൽ ബദീ. ഒരു മൂമിനിന്റെ നാവിൽ 3 വർത്താനം വരൂല. ഒന്നാമത്തേത് ശാപവാക്കാണ്, രണ്ടാമത്തേത് കുത്തുവാക്കാണ്. മൂമിനിന്റെ നാവിൽ കുത്തുവാക്ക് വരൂല. എന്ത് അങ്ങനെ പറഞ്ഞ ഒന്ന് പുകയട്ടെ എന്ന് ഓർത്തിട്ടാ? അങ്ങനെ ഉണ്ടല്ലോ, ഒരു പുകച്ചിട്ടിട്ട് പോരാ. മൂമിനിന്റെ വായിൽ പുകയ്ക്കുന്ന വർത്തമാനം, കുത്തുവാക്ക് വരൂല. വലാ ബിൽഫാഹിഷിൽ ബദീ. നിലവാരമില്ലാത്ത വൃത്തികെട്ട സെക്സ്വൽ ടച്ചുള്ള ഒരു വാക്കുകളും വരില്ല. സെക്സുമായി ടച്ച് ചെയ്യുന്ന വർത്താനത്തിൽ ഇന്ന് കോമഡി ഉള്ളൂ. അതൊന്നും മൂമിനിന്റെ വായിൽ വരൂല എന്ന് പരിശുദ്ധ റസൂൽ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് കാണാം. രോഗം വന്നാൽ ശപിക്കും. സ്വഹാബി വനിതക്ക് പനി വന്നപ്പോൾ കാണാൻ ചെന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിം. എന്നിട്ട് പറഞ്ഞു ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹയോടാണ് നബി തങ്ങൾ പറഞ്ഞു, യാ ഉമ്മു സായിബ്, എന്താ പറ്റിയത് മോളെ? വിറച്ചോണ്ടിരിക്കും, അങ്ങനെ പനി വന്നിട്ട് വിറച്ചോണ്ടിരിക്കും. അപ്പൊ പറഞ്ഞു, നബിയെ പനിയാണ് നബിയെ, ലാ ബാറകല്ലാഹു ഫീഹാ, അല്ലാഹു ബർക്കത്ത് കിട്ടെ. പനിയിൽ അല്ലാഹു നിനക്ക് ബർക്കത്ത് കിട്ടെ, പനി വന്നതിന്റെ പേരിൽ ബർക്കത്ത് കിട്ടട്ടെ. മോളെ ലാ തസുബ്ബിൽ ഹുമ്മ, പനി വന്നതിന്റെ പേരില് പനിയെ ചീത്ത പറയല്ലേ. എന്നാൾ ഒരാൾ പറഞ്ഞു കേട്ടു, 10 ദിവസം ചുമച്ചു ഉസ്താദെ, ഈ ചുമ അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ഡാഷ് ചുമ എന്നെയും കൊണ്ടാ പോവുള്ളൂ. മനസ്സിലായില്ല? ഞാൻ പറയണില്ല. ഈ 2 ആഴ്ച മുമ്പ് ഞാൻ ചെവി പൊത്തി പിടിച്ചു, എന്റെ പൊന്നിക്ക് അങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞു. ഉസ്താദ് ഈ ചുമ അങ്ങനത്തെ ചുമയാണ് ഉസ്താദ്? ഏത് ചുമ? ആ ഡാഷ് ചുമ എന്നെയും കൊണ്ടാ പോവുള്ളൂ എന്നാ തോന്നുന്നു. അള്ളാഹു കാക്കട്ടെ. ആ സമയത്തൊരു മലക്കുകൾ ആമീൻ പറയണ ഒരു നേരമുണ്ടേ. ആ ചുമയെ കൊണ്ട് മൂപ്പര് പോണ്ട വരും ചിലപ്പോ. ആ ചുമ കൊണ്ടു അങ്ങനെ ഉണ്ട്. മലക്കുകൾ ആമീൻ പറയും. നമ്മളങ്ങനെ ചില സമയത്ത് ചില വർത്താനം പറയാറുണ്ട്. അത് പറയരുത്. അങ്ങനെ ചിലർ പറയാറുണ്ട്, ഇത് എന്റെ അവസാനത്തെ വിരുന്നായിരിക്കും, ഇനി അടുത്തോളം ഞാൻ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയലുണ്ട്. അതൊന്നും പറയരുത്. അതൊക്കെ ഉള്ളിലുണ്ടായാൽ മതി. വായിൽ പറയരുത്. വായിൽ പറഞ്ഞ നോക്കി നിൽക്കുക ചില മലക്ക് ആമീൻ പറയാൻ വേണ്ടിട്ട്. അതിന്റെ പേരിൽ നമ്മൾ മരിച്ചുപോലാന്നൊന്നുമില്ല, പറയാതിരുന്ന മരിച്ചുപോക്കെ ചെയ്യും. ചില അത്ഭുതപ്പെടുത്തുന്ന ഫേസ്ബുക്ക് മെസ്സേജ് ഉണ്ടാവും. അവൻ മരിക്കുന്നതിന് മുമ്പ് വന്ന 2 ദിവസം മുമ്പ് വന്ന വാട്സാപ്പ് വോയിസ് അല്ലേ? അങ്ങനൊന്നും പറയരുത്. അങ്ങനെ മരിക്കണയിലേക്ക് ചേർത്തിയിട്ടും അപകടം വരുന്നതിലേക്ക് ചേർത്തിട്ടൊന്നും പറയരുത്. അങ്ങനെ 2 മരുമക്കൾ കൂടിയിട്ട് ഒരു ഉമ്മാനങ്ങനെ അമ്മായിമനങ്ങനെ അടങ്ങേറാക്കിയപ്പോ ആ ഉമ്മ അവസാനം ഗത്യന്തരമില്ലാണ്ട് പറഞ്ഞു, എന്ത്, അള്ളാഹുവേ ഈ 2 എണ്ണത്തിന്റെ ഇടയിൽ തന്നെ ഇങ്ങനെ അടങ്ങേറാക്കണ്ടേ, അവരെ 2 ആളെ നിൽക്കാൻ വിളിച്ചുകൂടെയെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ, അല്ലാതെ എന്നെ വിളിക്കലല്ല, ഞാൻ തന്നെ അവനെ അടങ്ങേറാവും വേണം, ഞാൻ നേരത്തെ പോകാൻ വേണം, ഇത് 2ഉം കൂടി നടക്കൂല. അങ്ങനെയുണ്ട്. വായിൽ വരുന്നതിന് യാതൊരു വിധ ലക്കുല്ല ലഗാനില്ലാതെ വരുന്നത്. മോളെ പനിയെ നീ ശപിക്കല്ല. പനി വന്നതിന്റെ പേരിൽ മനുഷ്യന്റെ പാപം പൊറുക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ആദം സന്തതിയുടെ പാപം പൊറുക്കും. ഏതുപോലെ? തുരുമ്പിച്ച ആയുധം കൊല്ലന്റെ ഉലയിലെ തീയിലിട്ട് കായുമ്പോ ആ ആയുധത്തിന്റെ തുരുമ്പ് പോകുന്ന പോലെ പനിയുടെ ചൂടുകൊണ്ട് നിന്റെ പാപം പോകുമെന്ന് സ്വഹീഹ് മുസ്ലിം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോപം വരുമ്പോൾ കോപം തിളച്ച് മറിയുമ്പോ പറയാൻ പാടില്ല. അതുപോലെ കളവ് പറയാ. ഒരു നല്ല കാര്യത്തിനല്ല, ഒരു നുണയൊക്കാവാന്നാ പറഞ്ഞ. അങ്ങനെയൊന്നും ഇല്ലാട്ടോ. നമുക്ക് ലക്ഷ്യവും നല്ലതാണ്, മാർഗവും നല്ലതാവണമെന്ന. നല്ല കാര്യത്തിന് വേണ്ടി അങ്ങനെ നുണ പറയണ്ട. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പദവി നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. അള്ളാന്റെ മുന്നിലുള്ള 2 പദവി. ഒരു പദവിയുടെ പേര് സിദ്ദീഖ് എന്ന പദവിയാണ്. ആ പദവി ഇബ്രാഹിം നബിയുടെ പദവിയാണ്. ആ പദവി മറിയം ബീവിയുടെ പദവിയാണ്.
ആ പദവി മഹാനായ ഇദ്രീസ് നബിയുടെ പദവിയാണ്. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മകാനൻ അലിയ. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. സിദ്ദീഖ് എന്ന പദവി ഈ പ്രവാചകന്മാരുടെ പദവിയാ. ആ പദവി ഒരാൾക്ക് കിട്ടും എപ്പോഴാണെന്നറിയോ? ഇന്ന സിദ്ഖ യഹ്ദീ ഇലൽ ബിർർ. നമ്മൾ നല്ലത് മാത്രം പറഞ്ഞു തുടങ്ങിയാൽ, നാവ് കൊണ്ട് സത്യം മാത്രമേ പറയൂ എന്ന് തീരുമാനിച്ചാൽ, അതുവഴി നമുക്ക് മറ്റു പല നന്മയും ചെയ്യാൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സത്യം മാത്രം പറയുന്നവന് മറ്റു പല അമലുകളും കൂടുതൽ ചെയ്യാൻ അള്ളാഹു അവസരം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇന്നൽ ബിർറ, അതുവഴിയാ നന്മകൾ അവനെ എത്തിക്കുന്നത് ഇലൽ ജന്ന, സ്വർഗത്തിലേക്കാ. ഒരാൾ ജീവിതത്തിൽ സത്യം മാത്രമേ പറയൂ അങ്ങനെ ശീലിച്ചതാ. എന്നാൽ അവനെ അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തുന്നത് സിദ്ദീഖ് എന്ന പദവിയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇബ്രാഹിം നബിയുടെ നുബുവത്തിന്റെ വലിപ്പത്തിലേക്ക് ചേർത്ത പദവിയാ സിദ്ദീഖ് എന്ന പദവി. വായിലെ നാവ് കൊണ്ട് നമുക്ക് കിട്ടുമെന്ന നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ വിശദീകരിക്കുന്നില്ല, കേട്ടതൊക്കെ പറയാൻ നിൽക്കണ്ട. അതെവിടെയൊന്ന് പോയി പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് സമാധാനമില്ല. അങ്ങനെ കേട്ടത് മുഴുവനും പറയണം. അങ്ങനെ പറയണ്ടാന്നാ പറഞ്ഞത്. നീ കേട്ട, ഞാൻ കേട്ടിരുന്നു, പിന്നെ പറയണ്ടെന്ന് വെച്ചിട്ട്. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പിണങ്ങി. എന്തുകൊണ്ട് അത് കേട്ടത് ഞാൻ എന്തേ പറയാതിരുന്നതെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു, കേട്ടത് പറയാതിരിക്കല അതിന്റെ ഭംഗി. ഹദീസ് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല, പിന്നെ ഞാൻ അതും പറയാൻ നിന്നില്ല. പിന്നെയും കൂടുതൽ പറയണമല്ലോ. അങ്ങനെയാണ്, മനുഷ്യർക്ക് അറിയില്ല. കേട്ടതൊക്കെ വന്ന് പറയണത് അങ്ങനെയൊന്നുമില്ല. അതെന്താ ഫൈസി കേട്ടിട്ടത് എന്നോട് പറയാം. പറഞ്ഞുകൊണ്ട് ഗുണമല്ല, വെറുതെ അദ്ദേഹത്തിന്റെ കുറെ നെഗറ്റീവ് എനർജി കൂട്ടാന്നല്ലാതെ. കേട്ടതൊന്നും പറയണ്ടാന്നാ പറഞ്ഞത്. കഫാബിൽ മർഇ കദിബ. എന്റെ കേട്ടതൊക്കെ പറയാൻ നിന്നാൽ കളവ് വന്നു ചേരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കഫാബിൽ മർഇ കദിബ, ഒരു മനുഷ്യൻ കളവ് പറയാൻ ഇത് മതി. എങ്ങനെ? അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പറയാൻ നിന്നാ മതി. അവൻ പറയുന്നതിൽ കളവ് പതുക്കെ വന്നു ചേരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു രസം പറയാ, നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്, വല്ലപ്പോഴൊക്കെ. ഇപ്പൊ ഇല്ല, പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാ? ചോറ് മുഴുവനും തിന്നാണെങ്കിൽ അത് മേടിച്ചു തരാം. ആരോട്? അല്ലേ? മോനവിടെ എന്നടാ, അതെ അത് തരാം, ഇങ്ങോട്ട് വാ. വരുമ്പോ ഇല്ല, നീ അതെടുത്തു വാങ്ങിക്കൊണ്ടു വാ, അല്ലേ? അങ്ങനെ പറയും. ഓഫർ കൊടുക്കും കുട്ടികൾക്ക്. പച്ച കള്ളായിരിക്കും. കേട്ടോളൂ, ഒരു സംഭവം പറയാം. അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലിരിക്കുമ്പോൾ, അബ്ദുല്ലാഹ് ഇബ്നു ആമിർ കുഞ്ഞു മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ആമിറിനെ ഉമ്മ വിളിക്കാണ്, മോനെ ഇങ്ങ് വായോ. ഖാഇദു ഫീ ബൈതിനാ, അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളുടെ വീട്ടിലിരിക്കാണ്. ആ നേരത്തെ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ എന്ന കുഞ്ഞുമോനെ ഉമ്മ വിളിച്ചു. ഹാ തആൽ ഉഅതീക്. തആൽ എന്തതിനർത്ഥം? മോനെ ഇങ്ങോട്ട് വന്നാൽ ഞാൻ നിനക്കൊരു സാധനം തരാം, നീ ഇങ്ങ് വന്നേ. ആ സമയം അല്ലാഹുവിന്റെ ഹബീബ് ആ മകൻ വരുന്നതിന്റെ മുമ്പ് ഉമ്മയോട് ചോദിച്ചോമാ അറത്യം തൊഴുത്തി. മോളെ, കൊച്ചിനങ്ങ് വിളിച്ചു വരുത്തിയിട്ട് എന്തോ ഒന്ന് കൊടുക്കണം എന്നല്ലേ നീ ഉദ്ദേശിച്ചത്? അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ നീ വിളിച്ചത്? അത് നബിയെ കാലത്ത് ഒഴുത്തിഹി തമ്ര, ഞാനൊരു കാരക്ക കൊടുക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പൊ നമ്മളെ പോലെ അല്ല, ഞാനൊരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം കൊടുക്കാൻ വിളിച്ചതാ എന്റെ മോനെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അമാ ഇന്നകി ലൗലം തുഅതീഹി ശൈആ കുതിബത അലൈകി കിസ്ബാ. കുട്ടിയാണെങ്കിലും നീ വിളിച്ചു വരുത്തിയിട്ട് കൊടുക്കാതിരുന്നാൽ നിന്റെ പേരിൽ ഒരു കളവ് അല്ലാഹു ചാർത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുട്ടിയെ വിളിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞ അടുത്ത് വിളിച്ചിട്ട് കൊടുക്കാണ്ടിരുന്നാ നിന്റെ പേരിൽ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയ കാട് കയറിപ്പോ ഒരുപാട് പറഞ്ഞു, ഞാൻ നിർത്താണ് ഇൻഷാ അല്ലാഹ്. വേറൊരു കാര്യം പറയാനുണ്ട്. കുട്ടിയെ വിളിച്ചിട്ട്
കൊടുക്കാൻ വിളിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ നിന്റെ പേരിൽ, നീ കൊടുക്കാത്തതിന്റെ പേരിൽ അള്ളാഹു ഒരു കളവ് ചാർത്തും, ഒരു കളവ് എഴുതി വെക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവം പറയാം. മഹാനായ ഇമാം ബുഖാരിയുടെ ചരിത്രത്തിലോ മറ്റോ ഒക്കെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒരു നാട്ടിൽ ഒരു ഹദീസ് അറിയാവുന്ന ഒരു മഹാൻ ഇരിപ്പുണ്ട് എന്ന് അറിഞ്ഞാൽ, ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ ഹദീസ് പണ്ഡിതന്മാർ അങ്ങോട്ട് യാത്ര ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വ നിലവാരങ്ങൾ, പാണ്ഡിത്യം എല്ലാം കൊടഞ്ഞിട്ട് അന്വേഷിച്ചിട്ടാണ് അദ്ദേഹം അതിന് യോഗ്യനാണെങ്കിൽ മാത്രം അദ്ദേഹത്തിൽ നിന്നും ആ ഹദീസ് സ്വീകരിക്കൂ. അങ്ങനെയുള്ള ഹദീസുകൾ സ്വഹീഹായ ഹദീസ് എന്ന് പറയാം. അങ്ങനെ ഇരിക്കെ ഒരു മഹാനായ സൂഫി ഒരു നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഒരു ഹദീസ് അറിയാമെന്ന് മഹാനായ ഇമാം ബുഖാരിയെ പോലെയുള്ള ഒരു ഹദീസ് പണ്ഡിതന് ബോധ്യായി. അങ്ങനെ അത് അന്വേഷിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ അദ്ദേഹം ഒരുപാട് മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന് ഒരു ഹദീസ് അറിയാം. ആ ഹദീസ് ഒന്ന് പഠിക്കാനും അത് എഴുതിയെടുക്കാനും വേണ്ടി ചെന്നപ്പോ ഈ മൃഗത്തെ താലോലിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഒട്ടകത്തിന്റെ കുട്ടി അങ്ങോട്ട് തിരിഞ്ഞു പോവാ. അപ്പൊ കുറെ വിളിച്ചു, വരുന്നില്ല. അപ്പൊ ഒട്ടകത്തിന്റെ കുട്ടി തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു പുല്ലിന്റെ കഷ്ണം ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വിളിച്ചപ്പോ ആ ഒട്ടകത്തിന്റെ കുട്ടി അടുത്തേക്ക് വന്നപ്പോ ആ പുല്ല് കഷ്ണം അങ്ങോട്ട് കളഞ്ഞിട്ട് ഒട്ടകത്തിന്റെ കുട്ടിയെ ചേർത്ത് അദ്ദേഹം ഇങ്ങനെ പിടിച്ചു. അത് കണ്ടോടുകൂടി ഹദീസ് ചോദിക്കാമെന്ന മഹാപണ്ഡിതൻ തിരിച്ചുപോയി. എന്താ സംഭവം? ആ പുല്ല് കൊടുത്തില്ല, ആ പുല്ല് കൊടുത്തില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ തോളയിലിരിക്കണം മലക്കിന് നല്ല പണി നമ്മൾ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും. പല ഓഫറുകളും നമ്മൾ മക്കളോടാണെങ്കിലും അതാരോടാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ട്, അല്ലേ? നിങ്ങളുടെ കാര്യമില്ല പറഞ്ഞ് പലപ്പോഴും സാധാരണക്കാരുടെ ജീവിതം അങ്ങനെയാ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചുരുക്കത്തിൽ റമദാനിന്റെ നോമ്പ് ഈ രീതിയിൽ എല്ലായിടത്തും നമ്മെ സംസ്കരിക്കാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം നമ്മെ നന്നാക്കാൻ കാരണമാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞത് സ്വീകരിക്കട്ടെ.